ഒറ്റപ്പാലത്ത് വിൽപ്പനയ്ക്ക് അനധികൃതമായി പടക്കം സൂക്ഷിച്ചവരുമായി കേരള ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷന് ബന്ധമില്ലെന്ന് വ്യാപാരി നേതാക്കൾ. ഇവരിൽ നിന്നും ലഹരി വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഓൺലൈനായും അല്ലാതെയും അനധികൃതമായി പടക്ക കച്ചവടം ചെയ്യുന്നവർക്കെതിരെ നടപടി വേണമെന്നതാണ് സംഘടനയുടെ ആവശ്യം. അനധികൃത പടക്ക കച്ചവടത്തിന്റെ മറവിൽ മയക്കുമരുന്ന് വിൽപ്പന പിടികൂടിയ സാഹചര്യത്തിൽ കാര്യക്ഷമമായ പരിശോധനയും നടപടിയും വേണമെന്നും സംസ്ഥാന ട്രഷറർ വി ഉണ്ണികൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവങ്ങൾ, പെരുന്നാളുകൾ, ന്യൂ ഇയർ, ക്രിസ്മസ് വേളകൾ ലക്ഷ്യം വെച്ചാണ് കേരളത്തിൽ അനധികൃതമായി പടക്കവും സ്ഫോടക വസ്തുക്കളും എത്തുന്നത്. ഓൺലൈൻ മൂലമുള്ള പടക്ക കച്ചവടവും വഴിയോര കച്ചവടവും സുപ്രീം കോടതി നിരോധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഫലപ്രദമായി നടപ്പിലാവാത്തതിന് കാരണം ഉദ്യോഗസ്ഥരാണ്. GST അടയ്ക്കാതെ അതിർത്തികൾ കടന്ന് അനധികൃതമായി കേരളത്തിലേക്ക് എത്തുന്നത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ സ്വാധീനത്തിലാണ്. സുരക്ഷാ ക്രമീകരണമില്ലാതെ പടക്കം സൂക്ഷിക്കുന്നത് അപകടത്തിനിടയാക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അനധികൃതമായിട്ട് പടക്കം വിൽക്കുന്നവരെ പിടികൂടണമെന്നുള്ള അഭ്യർത്ഥന ഞങ്ങൾ ഇതിനു മുമ്പ് അധികാരികളുടെ മുന്നിൽ വച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇത് വ്യാപകമായിട്ട് എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഓൺലൈൻ ബിസിനസ് വഴിയും മറ്റുള്ള പള്ളികളിലും അമ്പലങ്ങളിലും വിശേഷ ദിവസങ്ങളിൽ ശിവാശിൽ നിന്ന് ലൈസൻസ് ഇല്ലാതെ അനധികൃതമായിട്ട് പടക്കങ്ങൾ കടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതിൻ്റെ മറവിലാണ് ഇപ്പോൾ ഈ ലഹരി വിരുദ്ധ മരുന്നുകളും ഇവർ കൊണ്ടുവന്ന് ഇവിടെ കച്ചവടം ചെയ്യുന്നത്. ഇത് ഈ വ്യാപാരിയായിട്ടും ഈ വ്യക്തിയായിട്ടും ഞങ്ങളുടെ ഫയർവർക്സ് ഡീലേഴ്സ് അസോസിയേഷൻ എന്ന സംഘടനയ്ക്ക് ഒരു ബന്ധവുമില്ലെന്ന് ഞങ്ങളിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. ഞങ്ങൾ ഒരിക്കലും ഈ വക കച്ചവടങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയില്ല. ശരിയായ വിധത്തിൽ എക്സ്പ്ലോസീവ് ലൈസൻസ് എടുത്തിട്ടുള്ള ആളുകൾ മാത്രമേ ഞങ്ങളുടെ സംഘടനയിലുള്ളൂ. അതിനാണ് ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും. ഇതിനു മുമ്പും ഓൺലൈൻ കച്ചവടം സുപ്രീം കോടതി നിരോധിച്ചിട്ടുള്ളതാണെങ്കിലും അതിന് നിയമപരമായിട്ടുള്ള ഒരു സാധ്യത ഈ സ്റ്റേറ്റിൽ ഇതുവരെയും കിട്ടിയിട്ടില്ല. UTV ന്യൂസ്, പാലക്കാട്.